റോമിലെ പിയാറ്റ്സ ദെൽ പോപ്പുളോയിലുള്ള സാന്താ മരിയ ദെൽ പോപ്പുളോയുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. പോപ്പ് സിക്സ്റ്റസ് അഞ്ചാമൻ സ്ഥാപിച്ച ഒബ്ലിസ്ക് 1200 BC രാംസസ് സെക്കൻഡിൻ്റെ കാലത്തുള്ളതാണ്. അവറേലിയൻ വാളിലുള്ള ഈ പോർത്ത വാതിൽ 275 BC ഫ്ലമീനിയൻ വഴിയിലേക്ക് തുറക്കുന്നു. ഈ പള്ളിയുടെ അകം നടുത്തളം ഡിസൈൻ ചെയ്തിരിക്കുന്നത് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക മൈക്കലാഞ്ചലോയ്ക്ക് മുമ്പേ ഡിസൈൻ ചെയ്യാൻ കൂടിയ ബ്രഹ്മൻ്റെയാണ്. അദ്ദേഹം റോമിൽ വന്നതിന് ശേഷം ചെയ്ത ആദ്യത്തെ ഒരു ജോലിയാണ് ഇത്. ഈ പള്ളിയുടെ നടുത്തളത്തിന് ഇടതുവശത്തുള്ള ചെറാസി ചാപ്പലാണ് നമുക്ക് കാണാനുള്ളത്. കരവാജോയുടെ ലോകപ്രസിദ്ധമായ 2 ചിത്രങ്ങൾ, വിശുദ്ധ പത്രോസിൻ്റെ മരണവും വിശുദ്ധ പൗലോസിൻ്റെ മാനസാന്തരവും. ഈ ചാപ്പലിൻ്റെ സെൻട്രൽ അനിബാളെ ചെറാർസിയുടെ അസംഷൻ ഓഫ് ദ വെർജിൻ, പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം ചിത്രീകരിച്ചിരിക്കുന്നു. ഇടതുവശത്തായി പത്രോസിൻ്റെ മരണം, വലതുവശത്തായി വിശുദ്ധ പൗലോസിൻ്റെ മാനസാന്തരം. കരവാജോയുടെ ശരിയായ പേര് മൈക്കലാഞ്ചലോ മെറീസി എന്നാണ്. 1571 മുതൽ 1606 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. അദ്ദേഹത്തിൻ്റെ സ്റ്റൈല് റൂബിനെയും റംബ്രാൻഡിനെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇരുളും വെളിച്ചവും മിക്സ് ചെയ്യുന്ന റിയലിസത്തിൻ്റെ നല്ല മൂർത്ത രൂപങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൻ്റെ പ്രത്യേകത. റിയലിസത്തിൻ്റെ ആ നിറവ് പത്രോസ്ലിഹായുടെ മരണ രംഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ രംഗത്ത് ഏറ്റവും പ്രധാന കാര്യങ്ങൾ മാത്രം കാണുന്ന വിധത്തിൽ പ്രകാശിപ്പിക്കുന്ന ഒരു രീതി, ബാക്കി ഭാഗങ്ങൾ ഇരുളുകൊണ്ട് നിറച്ചിരിക്കുന്നു. ഏറ്റവും സുന്ദരമായ ലോകപ്രശസ്തമായ ഒരു ചിത്രമാണ് കരവാജോയുടെ വിശുദ്ധ പത്രോസിൻ്റെ മരണത്തിൻ്റെ ഈ ചിത്രീകരണം. ജാനുവരി 25 വിശുദ്ധ പൗലോസിൻ്റെ മാനസാന്തര തിരുനാളാണ്. അതുകൊണ്ടാണ് ഈ കൺവേർഷൻ ഓഫ് സെയിൻറ്റ് പോൾ ഒന്ന് പ്രത്യേകമായി കാണണം എന്ന് നമ്മൾ ആഗ്രഹിച്ചത്. ആ ചിത്രത്തിൽ സിംഹഭാഗവും അവർ കുതിരയെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സാവൂൾ നിലത്ത് നിസ്സഹായനായി വീണ് കിടക്കുന്നു. ആ ഒരു ഭാഗമാണ് കരവാജോ ചിത്രീകരിച്ചിരിക്കുന്നത്. 1600, 1601 കാലഘട്ടത്തിലാണ് ഈ ചിത്രങ്ങൾ വിരചിതമായിരിക്കുന്നത്. പൗലോസ് തൻ്റെ മാനസാന്തര കഥ ലേഖനങ്ങളിൽ ഒന്നിലും എഴുതിയിട്ടില്ല. കാരണം അതെല്ലാം നന്നായിട്ട് അറിയാവുന്ന ശിഷ്യർക്ക് വേണ്ടിയാണ് ലേഖനങ്ങൾ വിരചിതമായിരിക്കുന്നത്. എന്നാൽ നടപടി പുസ്തകത്തിൽ ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസിൽ 3 എടുത്ത് അത് വിവരിച്ചിട്ടുണ്ട്. ആദ്യം ലൂക്കാത്തിൻ്റെ കഥ പറയുന്നതായിട്ട് എഴുതിയിരിക്കുന്നു. പിന്നീട് ജനക്കൂട്ടം വയലൻ്റായപ്പോൾ അവരെ സമാധാനിപ്പിക്കാൻ പറയുന്ന പ്രസംഗത്തിൽ, മൂന്നാമതായി വിജാതി മജിസ്ട്രേറ്റായ റോമൻ ഗവർണർ പോർസിയൂസ് ഫെസസിൻ്റെയും യഹൂദ രാജാവായ അഗ്രിപ്പയുടെയും മുമ്പാകെ പൗലോസ് ചെയ്ത പ്രസംഗം. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് 26 അധ്യായം 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആദ്യ വിവരണം 9 അധ്യായം 3 മുതൽ 19 വരെയാണ്. അതിനുശേഷം 20-ാം വാക്യത്തിൽ ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് എഴുതുന്നു, അധികം താമസിയാതെ യേശു ദൈവപുത്രനാണെന്ന് അവൻ സിനഗോഗുകളിൽ പ്രസംഗിക്കാൻ തുടങ്ങി. വാസ്തവത്തിൽ അതാണ് വിശുദ്ധ പൗലോസ് എന്ന പ്രേക്ഷിത വര്യൻ്റെ ജനനം. ഈ ഒരു ചിത്രീകരണം ഒരർത്ഥത്തിൽ സാവൂൾ എന്ന് പറയുന്ന മതപീഡകൻ്റെ ദമാസ്കസിലേക്കുള്ള യാത്ര, കർത്താവിനെ വിശ്വസിക്കുന്നവരെ വധിക്കുക എന്നതായിരുന്നു. ആ ഒരു ചിന്താഗതി തന്നെ എലിമിനേറ്റ് ചെയ്യുക എന്ന ആഗ്രഹത്തോടെ പുറപ്പെട്ട സാവൂൾ ഇവിടെ മരിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ പൗലോസ് പുനർജനിക്കുന്നു. അതുകൊണ്ടായിരിക്കണം കരവാജിയോ ഈ ഒരു ചാപ്പൽ അലങ്കരിക്കുമ്പോൾ 2 ചിത്രീകരണം ആവശ്യമായി വന്നപ്പോൾ ഒന്ന് പത്രോസ്ലീഹായുടെ മരണം ചിത്രീകരിക്കുകയും രണ്ടാമത് പൗലോസ്ലീഹായുടെ മരണം എന്ന ഒരു തീമിന് പകരം കൺവേർഷൻ ഓഫ് സെയിൻറ്റ് പോൾ, പൗലോസിൻ്റെ മാനസാന്തര കഥ വിവരിക്കാൻ തീരുമാനിച്ചത്. മാനസാന്തരപ്പെട്ട പൗലോസ് ഒരു പുനർജന്മമാണ്. ഓരോ കൂദാശകളും നമുക്ക് ഇത്തരത്തിലുള്ള പുനർജന്മത്തിനുള്ള അനന്യാസിൻ്റെ ഇടപെടൽ, അനന്യാസ് പൗലോസിനെ അഭിഷേകം ചെയ്തതുപോലുള്ള ഒരു അഭിഷേകം ആയിരിക്കണം.